ഇന്ന് നമുക്കിപ്പോൾ ലൊക്കേഷനിലേക്ക് പോകാനുള്ള വണ്ടി വരാറായി. ഇന്ന് നമ്മൾ ഇന്നത്തെ കാട്ടും എഴുന്നേറ്റപ്പോൾ തന്നെ താമസിച്ചു കേട്ടോ. നമ്മൾ വന്നപ്പോൾ തന്നെ 10 മണിയായി. അപ്പോൾ ഉറക്കത്തിൻ്റെ ക്ഷീണവും അല്ലാതെ നല്ല ക്ഷീണവും നല്ല ടയർഡായി കേട്ടോ. അപ്പോൾ എന്തായാലും വർക്കൗട്ട് മുടക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓക്കെയല്ലേ, നമ്മൾ സെറ്റാണ്. നമ്മൾ ബാക്കിയുള്ള അപ്പുറത്തെ സെറ്റാണ്. അവരും ഇപ്പോൾ ഉടനെ ഇറങ്ങും. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലോട്ട് പോയി ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാ വീഡിയോയും എടുക്കാൻ പറ്റും. പക്ഷേ എല്ലാം എനിക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കഴിയത്തില്ല. അത് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. അതുതന്നെ വീഡിയോ എടുക്കാൻ തന്നെ അനുമതിയില്ല. അപ്പോൾ നമുക്ക് എടുക്കാൻ കഴിയുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വീഡിയോ എല്ലാം നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ പ്രഭാതവന്ദനം. ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ലൊക്കേഷനിലോട്ട് ഇറങ്ങുവാണ് കേട്ടോ. വണ്ടി വരാറായി. എല്ലാവരും താഴോട്ട് ഇറങ്ങി നിൽക്കുവാണ്. ചെറിയ മഴയുടെ ഒരു ഇതുണ്ട് കേട്ടോ. നമുക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട്. വണ്ടി അവിടെ നിന്ന് വന്നിട്ട് 1 വേ ആയതുകൊണ്ട് അങ്ങ് പോയിട്ട് യൂട്ടേൺ അടിച്ചാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ആണ് ആ സൈഡിൽ നിന്ന് വരുന്നത്. ഇവിടെ ഇതിലേക്കൂടെ പോയപ്പോൾ നമ്മൾ കണ്ടതാണ് വണ്ടി. അപ്പോൾ നമ്മൾ എല്ലാവരും അതിലോട്ട് കയറാണ്. ലൊക്കേഷനിലോട്ട് പോയിട്ട് കാണേ. മാസ്റ്റർ വാക്കി ടോക്കിയൊക്കെ സെറ്റ് ചെയ്യുവാണ്. മാസ്റ്ററുടെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട്. ഓക്കെ അകത്ത് സ്റ്റണ്ട് മാസ്റ്റർ സ്റ്റണ്ടിൻ്റെ കൊറിയോഗ്രാഫിക്ക് അനുസരിച്ചുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ അകത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ വന്നപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചില്ലായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ആദ്യമേ ഫൈറ്റ് എടുക്കുന്നതുകൊണ്ട് ആഹാരം കഴിച്ചില്ലായിരുന്നു. അപ്പം നമ്മൾ ആഹാരം കഴിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ലൊക്കേഷനിൽ ഷൂട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ. ഷൂട്ട് തുടങ്ങി കുറച്ചൊക്കെ എടുത്ത് നമ്മളെ ഫൈറ്റ് നമ്മളെ സ്റ്റണ്ട് മാൻ്റെ ആദ്യത്തെ സ്റ്റണ്ടാണ് എടുത്തത് കേട്ടോ. ഇനി നമ്മുടെ സ്റ്റണ്ടൊക്കെ ഇനിയേ എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് പുട്ടും കടലക്കറിയായിരുന്നു, ദോശയുണ്ടായിരുന്നു, കഴിച്ച്. ഇനി അതിൻ്റെ അകത്തോട്ട് കയറാണ്. ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് ഒരുപാടുണ്ട്. അത് ഇതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. ഈ വണ്ടി ആരുടെയാണെന്ന് പറയാമോ? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ മഞ്ഞ കാറ് AC സംഭവങ്ങളൊക്കെ ഇട്ടേക്കുന്നതാണ്.
കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടാ നമ്മൾ റൂമിലേക്ക് പോവുകയാണേ. ഇന്ത്യയുടെ കാറ് വേണം. ഈ സൈഡേ ഇവരുടെ അടുത്ത സൈഡ് നല്ല അടുത്തുണ്ടോ? ഇത് സ്ഥലം മാർക്ക് സ്ഥലം മാർക്ക് ഇങ്ങോട്ട് നേരെ കയറി പോയത് കയറി പോയത് നൈസായിട്ട് സ്ഥലം മാറിപ്പോയി. ആ നൈസായിട്ട് സ്ഥലം ഒന്ന് മാറിപ്പോയി. നേരെ ഓടി കയറി അപ്പുറത്തോട്ട്. അതെ, റൂമിലെത്തിയിട്ടുണ്ട്. വണ്ടി നിർത്തിയത് തൊട്ടപ്പുറത്തെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിരുന്നു. നമ്മളറിയാതെ നേരെ അങ്ങോട്ട് ഓടി കയറിയപ്പം സ്ഥലം മാറിപ്പോയി. ഒരു കൊച്ചു ഗ്യാസ് കുറ്റി ഉണ്ട് കേട്ടോ, നമ്മുടെ ഷൂട്ടിൻ്റെ ആവശ്യത്തിനുള്ളത്. ഓക്കെ, ഓ ചാവിൻ്റെ ഇല്ല സോറി. അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റായി. ഇനി ഒന്ന് കുളിക്കണം കേട്ടോ, നല്ല ക്ഷീണമുണ്ട്, നല്ല വിയർത്ത് ഒരുമാതിരി ആയിരിക്കുവാണ്. സംഭവം ഞാൻ ഔട്ടർ എടുക്കാൻ മറന്നുപോയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതാണ് ഷർട്ടില്ലാതിരിക്കുന്നത്, വേറെ കൊണ്ടല്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോസ് എനിക്ക് ഇപ്പോൾ യൂട്യൂബിൽ ഇടുന്നതിൽ കുറേ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ചുരുങ്ങിപ്പോകുന്നത്. എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും. സാധനം ഭദ്രമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പടം ഇറങ്ങിയതിന് ശേഷം നല്ലപോലെ എല്ലാം ഞാൻ കവർ ചെയ്ത എല്ലാ സാധനങ്ങളും ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരെ. അതുവരെ ബൈ.